ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനൊരു അടിപൊളി വീഡിയോ എടുത്ത് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിനു വേണ്ടി റെഡിയാവുന്ന വീഡിയോ ഒക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. പിന്നെ മുടിയൊക്കെ സ്ട്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മെടഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഞാൻ സ്കൂളിലേക്ക് ഇന്ന് ഇടുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതൊരു സറാറയാണ്. ഇതൊരു പർപ്പിൾ ഒരു വയലറ്റ് കളർ വരുന്ന ഒരു സറാറയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സറാറ. നല്ല ലൂസാണ്, നമ്മൾ കാറ്റൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്, അങ്ങനത്തെ ഒരു ഐറ്റം സറാറയാണ്. എല്ലാ സറാറയും ഇങ്ങനെ തന്നെ ആവില്ല, നല്ല സുഖമാണ് ഇട്ടാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് ഇടാൻ പോകുന്നത്. ഇന്നലെ ഇട്ടത്, ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി എന്നിങ്ങനെ ഇതാവുന്നുണ്ട്. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്നും ഉള്ളൂ. പിന്നെ ഇന്ന് ഓണം സെലിബ്രേഷനാണ്, ഇനിയിപ്പോൾ വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മേക്കപ്പ് കൂടി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് കണ്ട് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് മുടി ഒന്ന് നേരാക്കാമെന്ന് വിചാരിച്ചു. മുടി കുറച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ പടഞ്ഞിട്ടുണ്ട്, അത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മുടി കെട്ടലായിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഒക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒരു മുടി എടുത്ത് അത് 2 പാർട്ടീഷനാക്കി ഇതേപോലെ ഒന്ന് മെടഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതേപോലെ ഞാൻ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്കൂളിൽ പോകുമ്പോൾ മുടി കെട്ടാറ്, കാരണം ഭയങ്കര സിമ്പിളാണ് കെട്ടാനും. അത് മാത്രമല്ല കെട്ടിയാൽ നല്ല ഭംഗിയാവും. ഇനി ഓണത്തിനൊക്കെ കെട്ടാൻ ഇത് ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ഓണത്തിൽ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കണവരാണെങ്കിൽ ഇത് തന്നെ ചെയ്തോ. എന്തായാലും ഈ സൈഡ് ഇതേപോലെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ക്ലിപ്പായിട്ട് ഒരു ക്രാബാണ് കേട്ടോ, കുഞ്ഞ് ക്രാബ്, ഒരു ക്ലിപ്പ് അതായിട്ട് അങ്ങനെ സ്റ്റെക്കായി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ 2 സൈഡിലും ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് നനഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഉണങ്ങിയ മുടിയാണെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. എന്തായാലും ഞാൻ ഇങ്ങനെ റിബണൊക്കെ വെക്കണമെന്ന് ആലോചിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്നൊക്കെ. പിന്നെ നമുക്ക് എന്താ ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നൊരു മേക്കപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ എൻ്റെ മേക്കപ്പ് വെച്ചാൽ എന്താന്ന് എല്ലാവർക്കും അറിയുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പൗഡർ ഇടും, പിന്നെ ഒന്ന് കണ്ണെഴുതും, അത്രയേ ഉള്ളൂ. ഇന്നെന്തായാലും കുറച്ച് മേക്കപ്പ് ആവും. ഇതൊരു ക്രീമാണ് കേട്ടോ, എന്ത് ക്രീമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലെ മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്ന ക്രീമാണിത്. പക്ഷേ നല്ല മണമൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇത് എന്നും ഇടൂല കേട്ടോ, ചില ദിവസങ്ങളിങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇടും. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇടാം. എൻ്റെ മേക്കപ്പ് സെറ്റത്തെ പൗഡറാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് രണ്ടും ഇട്ട് പിന്നെ കുറച്ച് മസ്കാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. അപ്പോൾ ഞാൻ ഈ പൗഡർ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ, ഇപ്പോൾ തന്നെ ചെയ്യുക. പിന്നെ ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ ഐലൈനർ എഴുതലില്ല, കാരണം അത് എഴുതിയാൽ എനിക്ക് കണ്ണിൽ എന്തോ പോലെയാണ്, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിലായിട്ടാണ് എഴുതാറ്. പിന്നെ ഞാനിത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മുടിയാണ് ഏറ്റവും ആയിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് എൻ്റെ മുടി ഞാൻ ഇങ്ങനെ അയച്ചിട്ടപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് അതിൻ്റെ ഷോളും ഇട്ടു. ഞാൻ ഇങ്ങനെ ഇടലില്ല, ഒന്നുകിൽ ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. അത് നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് മടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇടാറ്. കൂടുതലും ഞാൻ ഇങ്ങനെയാണ് ഇടാറ്, എനിക്കിങ്ങനെയാണ് ഇഷ്ടം കേട്ടോ ഇടാനും. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതങ്ങനെ ഞാൻ ഇടലുണ്ട്, പക്ഷെ കൂടുതൽ ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങി നോക്കി. ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കണ്ട, അതങ്ങനെയാണ് കുറച്ച് കലങ്കോലായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാഗ് സെറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ ബാഗിൽ അധികം ഒന്നും വെക്കണ്ട. പ്ലേറ്റ്, അതേപോലെ തന്നെ ഗ്ലാസ്, പിന്നെ വാട്ടർ ബോട്ടിൽ, അതൊക്കെ തന്നെ മതി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. എൻ്റെ ബാഗിൽ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന ആ ഒരു എക്സാം ബോർഡൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു പുച്ഛമാണ് ഇപ്പോൾ,
കാരണം അതൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് ആസ്വദിച്ച് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ ഇനി ഒരു വെക്കേഷൻ ഫുള്ളും നമുക്ക് ക്രാഫ്റ്റ് കൊണ്ട് തകർക്കണം എന്തായാലും. അപ്പോൾ വെക്കേഷനൊക്കെയാണ് വരുന്നത്. ക്രാഫ്റ്റ് വ്ളോഗൊക്കെ ഇനി ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കാം. പിന്നെ ഞാൻ മാല ഊരിയിട്ട് വേറെ മാല ഇടാൻ നിൽക്കാം കേട്ടോ. പക്ഷെ എനിക്ക് അത് ഊരാൻ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ടൈറ്റായിരുന്നു. ടൈറ്റായിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് ഊരിയില്ല. അടിയിൽ പോയിട്ട് അമ്മനെ കൊണ്ട് ഊരിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് വളയിടാണെങ്കിൽ പെട്ടി ഫുള്ളും വളയാണ് കേട്ടോ. ഒരുപാട് വളയുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ വളയിടാറില്ല. അതാണ് സത്യം. ഞാൻ ശരിക്കും പറഞ്ഞാൽ വളയിടാറില്ല. ഒരു കയ്യിൽ വാച്ചിടും, മറ്റേ കൈ ഇങ്ങനെ വളയൊന്നും ഇടാണ്ട് ഒഴിച്ചിടും, അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് വള ഇഷ്ടമാണ്, പക്ഷേ വള എൻ്റെ കയ്യിൽ ചേരൂല എന്നതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഈ ഒരു റെഡ് കളറ് വരുന്ന ഒരു വളയാണ് ഇട്ടത്. ഇതിൻ്റെ ഉള്ളിൽ റെഡാണ്, പക്ഷേ അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊരു സിൽവറായി കാണും. അത് ഈ ഡ്രസ്സിന് നല്ല മാച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറുതായിട്ട് കയറുന്നുണ്ടല്ലോ, ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ രണ്ടും ഇട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഇത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റായി നേരെ വൈകിട്ടുണ്ട്, നല്ലോണം നേരെ വൈകിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടിയിലേക്ക് പോവാം. നമ്മളില്ലേ സ്കൂളിലേക്ക് ഓരോ കറി കൊണ്ടുവരണം, ഓരോ കുട്ടികളും ഓരോ വിഭവം കൊണ്ടുവരണം. ഞാൻ ക്യാബേജ് ഉപ്പേരിയാണ്, ക്യാബേജ് തോരനാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ചുറ്റും ബൈ, യു.